മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ആളാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ മാത്രമല്ല UDF അത്രമാത്രം പിന്തുണ കൊടുത്തിരുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം UDFനും വി ഡി സതീശനും. പ്രമുഖ ചാനലുകൾ വി ഡി സതീശന് വേണ്ടി UDFന് വേണ്ടി നിരന്തരം ചർച്ചകൾ സംഘടിപ്പിച്ചത് നാം കണ്ടതാണ്. ഒന്നാം പേജിൽ വലിയ വാർത്തകൾ സർക്കാരിനെതിരെ പടച്ചുവിട്ട മലയാള മനോരമയെയും മാതൃഭൂമിയെയും നാം കണ്ടതാണ്. മറ്റു മാധ്യമങ്ങളും അതേ വഴിക്ക് തന്നെയാണ്. കൊണ്ടുപിടിച്ച പ്രചാരണം LDFനെതിരെ CPMനെതിരെ നടക്കുന്ന ഘട്ടത്തിൽ അതിനൊക്കെ വലിയ പ്രചാരണം കൊടുക്കുകയും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ആയുധം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന മാധ്യമങ്ങളെയും നാം കണ്ടു. എല്ലാം പ്രമുഖ മാധ്യമങ്ങളാണ്. അതേ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോഴിതാ വി ഡി സതീശൻ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2 മാധ്യമങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നാളെ അത് കൂടിക്കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഏകാധിപത്യത്തിൻ്റെതാണ്, ഏകാധിപതിയുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കെതിരെ നീങ്ങുന്നത്, മാധ്യമങ്ങളെ ഭയക്കുന്നത്. എന്തിനാണ് ഇത്രയും പറഞ്ഞത് എന്നല്ലേ? കേരളത്തിലെ 2 മാധ്യമങ്ങൾ, ഒന്ന് റിപ്പോർട്ടറും മറ്റൊന്ന് കൈരളിയും, അവരുടെ വാർത്താ കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2 തരത്തിലാണ് കാർഡുകൾ നീക്കം ചെയ്യാൻ കഴിയുക. ഒന്ന് സോഷ്യൽ മീഡിയയുടെ, അത് ഫേസ്ബുക്കിൻ്റെതായിക്കോട്ടെ യൂട്യൂബിൻ്റെതായിക്കോട്ടെ, അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളുണ്ട്. അത് ലംഘിച്ചാൽ അവർ സ്വയം വാർത്തകൾ നീക്കം ചെയ്യും. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിലെ ഇന്ന കാര്യം ലംഘിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ നീക്കം ചെയ്യുന്നു എന്ന സന്ദേശം ക്രിയേറ്റർമാർക്ക് ലഭിക്കും, വീഡിയോ അപ്ലോഡ് ചെയ്തവർക്ക് ലഭിക്കും. അത് ഒരു രീതി. രണ്ടാമത്തെ രീതി പ്രാദേശിക സർക്കാരുകളുടെ, ഇന്ത്യൻ സർക്കാരുകളുടെ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെ, അതല്ലെങ്കിൽ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യും. അങ്ങനെ നീക്കം ചെയ്ത വിവരം അറിയിക്കുകയും ചെയ്യും ക്രിയേറ്റർമാരെ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തവരെ. ഇപ്പോഴിതാ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടർ TVയെയും കൈരളി TVയെയും. ഇതുവരെ റിപ്പോർട്ടർ TVയുടെ 9 കാർഡുകൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. 10ഓളം കാർഡുകൾ കൈരളി TVയുടെയും നീക്കം ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ പ്രശ്നം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് ചേർത്ത കാർഡുകൾ, അത് സംബന്ധിച്ച വാർത്തകൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്താ കാർഡ് നീക്കം ചെയ്ത് കഴിഞ്ഞു. CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവ് P ജയരാജൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്താ കാർഡ് നീക്കം ചെയ്ത് കഴിഞ്ഞു. MDMA കടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത്രമാത്രം അടുത്ത സുഹൃത്തുക്കളാണ് മയക്കുമരുന്ന് കടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിലുള്ളത്. വീഡിയോകൾ, ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല വി ഡി സതീശന്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിലെന്താണ് കാര്യമുള്ളത്, എത്ര ആളുമായി ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, എത്ര ആളുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന്. പക്ഷേ വീട്ടിലേക്ക് പോയ ദൃശ്യം, യൂത്ത് കോൺഗ്രസ് നേതാവുമായി വി ഡി സതീശൻ സംസാരിക്കുന്ന ദൃശ്യം, വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് വന്ന ദൃശ്യങ്ങൾ എല്ലാം കാണിക്കുന്നത് ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് എന്നതും, അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ആളാണ്, അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ആളാണ് എന്നും ഇതെല്ലാം ഇന്ന് വ്യക്തമായി കഴിഞ്ഞു. അത് സംബന്ധിച്ച വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എത്ര കാലം നീക്കം ചെയ്യാൻ കഴിയും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 10ഓളം കാർഡുകൾ ഇതിനകം കൈരളി TVയുടെ നീക്കം ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ TVയുടെ 9ഓളം കാർഡുകൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നത്. വാർത്തകൾ സെൻസർ ചെയ്തിരുന്നത്, മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അന്ന് മാധ്യമങ്ങൾ തലയുയർത്തി നിന്നിരുന്നു. എല്ലാ മാധ്യമങ്ങളുമല്ല, ചിലവ. മറ്റു ചിലവ മുട്ടിലിഴഞ്ഞു, സാഷ്ടാംഗം പ്രണമിച്ചു അധികാരികളുടെ മുന്നിൽ, ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ, കോൺഗ്രസിൻ്റെ മുന്നിൽ. ഇപ്പോഴിതാ കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ അതേ വഴിക്ക് സഞ്ചരിക്കുന്നു. വി ഡി സതീശൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സോഷ്യൽ മീഡിയയിലെ പുതിയ പൂക്കികൾക്ക് വേണ്ടിയുമൊക്കെ നിലകൊണ്ടു എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ തന്നെ ഇടപെട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്താ കാർഡുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? വി ഡി സതീശൻ ചോദിച്ച ചോദ്യം
അത് ജനങ്ങൾ വി ഡി സതീശനോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് തിരിച്ചു ചോദിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇതാ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സംഭവം പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ പ്രമുഖ പ്രതിപക്ഷ നേതാവായ ബിനോയ് വിശ്വത്തിന്റെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ കാർഡ് നീക്കം ചെയ്തു കഴിഞ്ഞു. പി ജയരാജന്റെ വാർത്താ കാർഡ് നീക്കം ചെയ്തു കഴിഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ കാർഡുകളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും മാധ്യമ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് കേരളത്തിൽ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേ തുടങ്ങി മാധ്യമങ്ങൾക്കെതിരെയുള്ള നീക്കം. അതോടൊപ്പം ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിൽ M ലീലാവതിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ വന്നതും പോയതും എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ മീഡിയയുടെ തണലിൽ അധികാരത്തിലേറിയ വി ഡി സതീശനും UDF നേതാക്കളും ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു, മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയും ചെയ്യുന്നു.